ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇനി ഞാൻ വീഡിയോ ഇടുന്നതേ നിർത്തി. എൻ്റെ അമ്മച്ചിയാണ് നിർത്തി. എൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ വീഡിയോ ഇടുന്ന പ്രശ്നമില്ല ചേച്ചി, പേടിക്കണ്ട കേട്ടോ. വീഡിയോ ചേച്ചി ഇടും. ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള വിഷയം അതിവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ മതിയാക്കി. ഇനി ആ ഒരു സബ്ജക്റ്റിന് ഇനി ചേച്ചി പറയണമെങ്കിൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞതിന് ശേഷം നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ചേച്ചി പ്രതികരിക്കാം. അതുവരെ നിർത്തി. അതെന്താണെന്ന് അറിയണ്ടേ? ഞാൻ ഇന്നലെ രാത്രി പാത്രമെല്ലാം ഊണെല്ലാം കഴിഞ്ഞിട്ട് പാത്രമെല്ലാം കഴുകിയിട്ട് ഉറങ്ങാൻ പോയി ബെഡിനകത്ത് ഇങ്ങനെ ഇരിക്കുമോ. ഞാനങ്ങനെ 10 മണിയായാലും ഉറങ്ങാൻ ചെല്ലി ഞാൻ ഇങ്ങനെ തല ചായ്ക്കാനായിട്ട് പോകുമ്പോൾ നിൽക്ക് കിടക്കാൻ വരട്ടെ, എൻ്റെ ഉള്ളിൽ നിന്നൊരു ഉൾവിളി. ഞാൻ ചാടി എണീറ്റിരുന്നു. അങ്ങനെ 10 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഉപബോധ മനസ്സ് എനിക്ക് പറഞ്ഞു തരുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടി ആരെന്ത് പറഞ്ഞാലും അത് ഉടനെ നീ വിശ്വസിച്ച് വീഡിയോ ഇടരുത്, ആലോചിക്കണം. അപ്പം ശരിയാ, എൻ്റെ ഉപബോധ മനസ്സ് എന്നെ വഞ്ചിക്കത്തില്ലല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഇനി ഞാൻ ഇതിനൊരു തെളിവ് സഹിതം കുറ്റക്കാരാണെന്ന് കാണാതെ ഒരാളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ ഇടത്തില്ലെന്ന്. വേറെ വീഡിയോ ഇടും കേട്ടോ, ഇതിനെക്കുറിച്ച് ഇടത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു തന്നത്, എന്നോട് പറഞ്ഞു നീ പുറകോട്ടൊന്ന് ചിന്തിക്കാൻ. ഞാൻ പുറകോട്ട് ചിന്തിച്ചു. അപ്പോൾ പുറകോട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ നിഴൽ വന്ന് എന്നോട് പറയുക, 5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ട് അതിനകത്ത് പരാതിപ്പെട്ടവർക്ക് ഈ സർക്കാരിൻ്റെ കയ്യിൽ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് 5 വർഷമായി, ആ 1 വർഷം കഴിഞ്ഞപ്പോൾ ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചെന്ന് പരാതിപ്പെടാം. സാർ, ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നിട്ട് സർക്കാർ അതിനൊരു ആക്ഷൻ എടുത്തില്ല, എന്തുകൊണ്ടാണ്? നിങ്ങൾക്കതിന് കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനിരയായവർ ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ തെളിവ് സഹിതം രേഖാമൂലം പോലീസിൽ പരാതിപ്പെടുകയും നിയമത്തിൻ്റെ സഹായം തേടുകയും ചെയ്യുകയാണെന്ന് അവർക്ക് ആവശ്യപ്പെടാം. അപ്പോൾ അതൊന്നും ഈ 5 വർഷം ആകുമ്പോൾ ഇവരാരും ചെയ്തില്ല. അപ്പോൾ അത് ചെയ്തതാരാ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ ബംഗാൾ നടി സുമിത്രയാണോ സുലേഖയാണോ, ചേച്ചിക്ക് ഓർമ്മയില്ല, വയസ്സായില്ലേ, ആ ആക്ട്രസ് വന്ന് എന്നെ സിനിമാ ഫീൽഡിൽ എനിക്കിതുപോലെ പീഡനമല്ല, പീഡിപ്പിച്ചതൊന്നുമല്ല കേട്ടോ, പീഡനവും പീഡിപ്പിച്ചതും രണ്ടും രണ്ടാണ്. പീഡനം കേൾക്കേണ്ടി വന്നു. അവർ പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു വിഷമമുണ്ടായിരുന്നു. ആ ആക്ട്രസ് പറയുമ്പോൾ അവരാ ദുഃഖത്തിലാണ് അവർ പറയുന്നത്. അത് നമുക്കൊന്ന് കുറച്ച് വിശ്വസിക്കാൻ തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത നാൾ ഇങ്ങനെ വരുന്ന സോഷ്യൽ മീഡിയ ഓരോരുത്തരും വന്ന് എന്നെ അവൻ പിടിച്ചു, എന്നെ ഇവിടെ ഉമ്മ വെച്ചു, എന്നെ അവൻ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴും അവരുടെ മുഖത്ത് നിങ്ങൾ ആരെങ്കിലും ദുഃഖം കണ്ടോ? അവർ ചിരിച്ച്, അവർ ആസ്വദിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ആ ഓരോരുത്തരും പറയുന്നത് അവർ ആസ്വദിച്ചുകൊണ്ടാണ്. നമ്മളങ്ങനെ പിടിച്ചാൽ നമ്മൾ പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കരച്ചിലെങ്കിലും വരും. അതിലൊരാൾ പറയുന്നിട്ട് എന്നെ 7 വട്ടം റേപ്പ് ചെയ്തെന്നു, പീഡിപ്പിച്ചു വന്നു. അപ്പോൾ 1 വട്ടം റേപ്പ് ചെയ്തു, 2ാമത്തെ വട്ടവും കയറി പിടിച്ചു. അപ്പോഴൊന്നും ഇവർ പ്രതികരിക്കാൻ തോന്നിയില്ലേ? അത് കഴിഞ്ഞിട്ട് അവർ ആ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നല്ലോ. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായ ഈ ഫീൽഡിൽ പോയ ഇതൊക്കെയാണ് അനുഭവം എങ്കിൽ എനിക്ക് ഈ സിനിമാ മേഖല എനിക്കിനി ജോലി വേണ്ട, അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാശ് എനിക്ക് വേണ്ട എന്നവർക്ക് ചിന്തിക്കാമല്ലോ. ചിന്തിച്ചോ? 2 വട്ടം കയറി പിടിക്കുന്നതും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു 3, 4, 5, 6, 7 പേര് പിടിച്ചു. അപ്പോഴും അവരവിടെ നിന്നേയില്ല ആ ഫീൽഡിൽ. പിന്നെ വേറൊരു സോണിയ മൽവാറോ ഏതോ ബൽവാറിയ, എനിക്കറിയത്തില്ല, സോണിയ എന്ന് മാത്രം അറിയാം. അവരൊക്കെ വന്ന് പറയുന്നത് കേട്ടാൽ വീട്ടിൽ പോലും
പറയാതാണ് അവർ പിന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുക ശസ്ത്രക്രിയ ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് പീഡനം ഉണ്ടായതും അവരെ കയറി പിടിച്ചതും എല്ലാം അവർ പറയുമ്പോൾ പറഞ്ഞ് ജയസൂര്യയുടെ കാര്യം അവർ പറഞ്ഞു ആദ്യത്തെ ദിവസം. ആ ജയസൂര്യയുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഒരു വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടു, ജയസൂര്യയുടെ പേര് അതിനി പറയണ്ട, അതെനിക്ക് ഓർക്കാതെ പറഞ്ഞത്, അവർ സോറി പറഞ്ഞ് അത് അവിടെ തീർന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തിന് ജയസൂര്യയുടെ കാര്യം പറഞ്ഞത്? അതുമല്ല, ഈ റേപ്പ് നടക്കുമ്പോഴൊക്കെ ഇതൊക്കെ 2009 2005 അങ്ങനെയൊക്കെ കുറേ വർഷമായ കൂട്ടത്തില്ല. അന്നൊക്കെ ഇതിൽ പറയുന്ന ആൾക്കാർ കല്യാണം പോലും കഴിഞ്ഞ് കാണത്തില്ല. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോഴാണ് സ്വന്തം ഭർത്താവ് റേപ്പിങ്ങിന് എത്ര പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഭാര്യമാർ വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുക. അത് ഇവർ മനസ്സിലാക്കുന്നു. അന്ന് അവർ ഈ റേപ്പ് നടക്കും, അവരെ ഈ റേപ്പ് ചെയ്യുമ്പോഴെല്ലാം ഓരോരുത്തർ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കയറി പിടിച്ചാൽ നീ ജീവിതത്തിൽ രക്ഷപ്പെടും, നിനക്കെല്ലാം ഞാൻ തരും. ഇതെല്ലാം അവർ വാങ്ങിയിട്ടല്ല ഇത് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ പിന്നെ ബംഗാൾ ആക്ട്രസ് അല്ലാതെ പിന്നെ പറയുന്നതെല്ലാം ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് തോന്നുന്നു, കാശിന് വേണ്ടി. അല്ലെങ്കിൽ പിന്നെ രേഖാമൂലം പരാതിപ്പെടത്തില്ലേ? അതിനൊന്നും ഇവർ മുതിരുന്നില്ലല്ലേ. അവർ ഈ പീഡനം അനുഭവിച്ചെന്ന് തെളിവ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ, ആ രേവതി എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അവരുടെ കയ്യിലുണ്ട് തെളിവെന്ന് അവരന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇവർക്കൊക്കെ പരാതിപ്പെട്ടിട്ട് ഈ പറയപ്പെടുന്ന എല്ലാവരും കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവൻ എന്നെ പിടിച്ച്, അവൻ ഉമ്മ വെച്ച്, അവൻ കെട്ടിപ്പിടിച്ച്, അവൻ ബെഡ് കിടക്കാൻ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നിടത്തോട്ട് ഞാൻ നിർത്തി. കാരണം ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. ഓരോരുത്തർ വന്ന് പറയുന്നത് മാത്രമാണ്. കാരണം എന്ന് പറയുന്നത് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെറിയ വയസ്സിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന കൂട്ടത്തില്ല. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് വളർന്നാണ് ഈ പൊസിഷനിൽ എത്തിയത്. അപ്പോൾ നമുക്ക് ഒന്നും അറിയാത്ത കാര്യങ്ങൾക്ക് ഓരോരുത്തർ വന്ന് പറയുന്നത് കേട്ടോട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഈ പറയപ്പെടുന്നവർക്ക് കുറച്ച് കാശ് ഈ നടന്മാർ കൊടുത്താൽ ഇവർ തിരിച്ചു പറയും, അത് മാധ്യമം വളച്ചൊടിച്ചതാണ്, ഞങ്ങളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടവരാരായി? അതുകൊണ്ടാണ് എൻ്റെ ഉപബോധ മനസ്സ് ഞാൻ വഞ്ചിക്കാതിരിക്കാൻ, ഞാൻ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലോ ഞാൻ ഒരു വിഡ്ഢിയാവാതിരിക്കാൻ എനിക്ക് ഇന്നലെ എനിക്കൊരു പറഞ്ഞു തന്നു. അത് കേട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും നെല്ലും പതിനും തിരിച്ചറിയാതെ ചേച്ചി ഇനി വീഡിയോ എടുത്തില്ല. ഇതിന് വേറെ അല്ലാതെ നല്ല നമുക്ക് ഉപകാരപ്രദമായ വീഡിയോ കൊണ്ട് ചേച്ചി വരും. ഈ അവൾ അളിഞ്ഞ കഥ അതുമല്ല, ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ഒരു ചാപ്റ്ററേ ഉള്ളൂ. അതുകൊണ്ട് TV കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. അത് നമ്മൾ മാത്രം, മുതിർന്നവർ മാത്രമാണ് കാണുന്നത്, കുട്ടികളും കാണുന്നില്ലേ. കുട്ടികൾ വിചാരിക്കും ഇതെന്തുവാ ലൈംഗികം. അവർ വിചാരിക്കും ഇത് ഏതോ പുതിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയക്കാർ ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് വേണ്ടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, അതിൻ്റെ പുറകെ പോട്ടെ. അപ്പോൾ പോയിട്ട് വരാം.